ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റായ ഒരു ക്യാരറ്റ് കേക്കാണ്. കുട്ടികൾക്ക് പോലും അത് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയും. അത്ര എളുപ്പമാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റുകൾ മാത്രം മതി ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം തയ്യാറാക്കാം. അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒരല്പം എണ്ണ തൂവി എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണ തൂവിയതിന് ശേഷം ഒരല്പം മാവിട്ട് ഒന്നങ്ങ് തട്ടിക്കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 250 ഗ്രാം ക്യാരറ്റ് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞതാണ്. അതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് ഓയിൽ ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നന്നായി ഒന്ന് അടിച്ചെടുത്ത് വരാം. ഞാനിവിടെ എല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അത് കേക്ക് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് മൈദാമാവാണ്. അത് ഞാൻ 2 വട്ടമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. സാവകാശം ഇളക്കിയെടുത്താൽ മതിയാവും. എല്ലാം കൂടി ഒന്നിച്ചിട്ടാൽ അത് കട്ട കെട്ടാൻ സാധ്യത വളരെയേറെയാണ്. മാത്രമല്ല മിക്സ് ചെയ്തെടുക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 വട്ടമായിട്ട് ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട കെട്ടാതെ തന്നെ മിക്സ് ചെയ്ത് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലായിടവും എത്തത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് മാവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ കളയാനില്ല. ഞാനിവിടെ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ടൂത്ത് പിക്കോ ഒരു കത്തിയോ എന്തെങ്കിലും കൊണ്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം നന്നായി ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒന്നങ്ങ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇത് ഞാനിവിടെ 7 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്ത പാത്രമാണ്. 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിതിനൊന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. വളരെ എളുപ്പം തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ വളരെ സ്പഞ്ചിയായ വളരെ ടേസ്റ്റിയായ നല്ലൊരു കേക്കാണ്. കുട്ടികൾക്ക് പോലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചത് മേലെ അല്പം ഒന്ന് തൂവി കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ 1 കപ്പ് മാവിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് 1 കപ്പ് വരെ ആവാം. 1/4 കപ്പ് പഞ്ചസാര ആകുമ്പോൾ ഇതിന് ഒരു സാധാരണ മധുരമാണ് ഉള്ളത്. കുറച്ചുകൂടി മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് 1 കപ്പ് പഞ്ചസാര ആവാം. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ ഹെൽത്തിയായ കേക്കും അതുപോലെ ടീ കേക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളുടെ സജഷൻസും സംശയങ്ങളുമെല്ലാം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. തീർച്ചയായും ഞാൻ അതിന് മറുപടി നൽകുന്നതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഇനിയും വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.